നമസ്കാരം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ഏറെ ഗൗരവമുള്ളതാണ്. അതായത് നമ്മളുടെ ഈ കാലഘട്ടത്തിൽ 40% ഭക്ഷണം കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് വളരെ അധികം വിഷമയമായ ഒരു ഇൻഗ്രീഡിയൻസ് കൂടെ ചേർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻറ്റ് സാധാരണ കഴിക്കുന്ന മിക്കവാറും എല്ലാ ഭക്ഷണത്തിലും ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗൗരവം. ഇത് ശരിക്ക് ക്യാൻസറിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് കാർസിനോജൻ എന്ന് തന്നെ പറയാം. നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വരാൻ ഏറെ സഹായിക്കുന്ന ഒരു ഘടകം. അത് എപ്പോഴും നമ്മുടെ സാധാരണ ഭക്ഷണത്തിലൂടെയും അത് കയറുന്നുണ്ട്. നമ്മൾ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ നമ്മൾ കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് ശരീരത്തിന് കേടുവരുത്തുന്നത്, നമ്മുടെ സാധാരണ ഭക്ഷണത്തിൽ ഇതെങ്ങനെ ഉണ്ടാവുന്നു, അതെങ്ങനെ കേടുവരുത്തുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും പഞ്ചസാര ആയിരിക്കും. ഞാൻ എപ്പോഴും പറയും പഞ്ചസാര വെളുത്ത വിഷമാണെന്നും, മൈദ, അതുപോലെ തന്നെ ഓൾ റിഫൈൻ പ്രോഡക്ട്സ്, അതിനൊക്കെ ഉപരി നമ്മളെപ്പോഴും പറയുന്ന ഫ്രക്ടോസ് കോൺ സിറപ്പ് അല്ലെങ്കിൽ മാൾട്ട് എക്സ്ട്രാൻ, ഇവയൊക്കെ തന്നെയും ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളതുകൊണ്ട് തന്നെയും ഒരു വിഷമെന്നുള്ള ഒരു രീതിയിലാണ് ഞാൻ പറയുന്നത്, അല്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എങ്കിൽ കൂടിയും അതിനൊക്കെ ഉപരി നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ പലതരം ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ കയറുന്ന ഒരു വിഷവസ്തു, ബിഗ്ഗസ്റ്റ് കാർസിനോജൻ ഇൻ ദ വേൾഡ് എന്ന് തന്നെ പറയാം. ക്യാൻസർ ഉണ്ടാക്കാൻ ഏറെ സഹായിക്കുന്ന ഏറ്റവും അധികം ക്യാൻസർ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ഘടകം, അതിൻ്റെ പേരാണ് അക്രിലമൈഡ്. ഞാൻ പലപ്പോഴും ഈ നമ്മുടെ വീഡിയോസിൽ ഫ്രൈഡ് ഐറ്റംസിൻ്റെ കൂട്ടത്തിൽ അക്രിലമൈഡ് ഉണ്ടാവുകയും അത് ക്യാൻസർ വരാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. എങ്കിൽ കൂടിയും ഇന്ന് ഇതിന് കുറച്ച് വ്യക്തമായ ഒരു ധാരണ, ഈ അക്രിലമൈഡ് നമ്മളുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുമ്പോൾ അതെങ്ങനെ നമുക്ക് കുറയ്ക്കാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് കുറയ്ക്കാം എന്ന് കൂടെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കി തരാനാണ് ഇന്നത്തെ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ അക്രിലമൈഡ് എങ്ങനെയാണ് ഭക്ഷണത്തിൽ ഉണ്ടാവുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അത് ഏതൊക്കെ ഭക്ഷണത്തിലാണ് കൂടുതലായി ഉള്ളതെന്നും മനസ്സിലാക്കണം. നമ്പർ 1 ആയിട്ട് നമ്മളുടെ പൊട്ടറ്റോ ചിപ്സ്, അല്ലെങ്കിൽ ബനാന ചിപ്സ്, ഫ്രഞ്ച് ഫ്രൈസ്, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, ബേക്ക് ചെയ്യുന്ന എല്ലാ ഐറ്റംസിലും, പിന്നെ എന്തിനു കൂടുതൽ പറയുന്നു, ബ്രെഡിൻ്റെ ബ്രൗണിങ് ഇല്ലേ, ആ ഭാഗത്ത് പോലും, പിന്നെ ഏത് ബേക്ക്ഡ് ഐറ്റംസിലും ഇത് വളരെയധികമുണ്ട്. അത് എന്താണതിൻ്റെ സ്ട്രക്ചർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ പഞ്ചസാരയും അതിനോടൊപ്പം ഷുഗർ കണ്ടൻ്റുള്ള അത് പ്രോട്ടീനുമായി ചേർന്നാണ് ഈ ഒരു ഘടകം ഉണ്ടാവുന്നത്. ഷുഗർ നമ്മൾ മിക്കവാറും ഇപ്പോൾ പറഞ്ഞ ഈ ഭക്ഷണത്തിലെല്ലാം റിഫൈൻ ഷുഗറുണ്ട്. റിഫൈൻ ഷുഗറാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വില്ലൻ, നാച്ചുറൽ ഷുഗർ അല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. റിഫൈൻ ഷുഗർ നമ്മുടെ ഭക്ഷണത്തിൽ ഉള്ളപ്പം അത് ഹൈ ഹീറ്റിൽ, വലിയ ചൂടിലാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ വലിയ ചൂട് എങ്ങനെയാണ്? 120 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന ചൂട്. അത് നമ്മളിപ്പോൾ സാധാരണ ഒരു തിളപ്പിക്കുന്ന ഒരു വസ്തുവിന് ഏകദേശം 100 ഡിഗ്രി, ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രിയാണ്. അതിന് മുകളിൽ നമ്മൾ വീണ്ടും തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് 100, 110, 120, 130 ഇങ്ങനെ പോകും. വീണ്ടും ഡീപ് ഫ്രൈ ഐറ്റംസ് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് ഇങ്ങനെ എന്താ പറയുക, തിളച്ച് കിടക്കുന്ന ഭക്ഷണങ്ങളില്ലേ, നമ്മളിപ്പം റോഡരികിലിരിക്കുന്ന, അതുപോലെ നിറയെ പരിപ്പ് വട, ഉഴുന്നുവട, വാഴയ്ക്കാപ്പം, ഇങ്ങനെയുള്ളതൊക്കെ അധിക സമയം ഇതിനകത്ത് കിടന്ന് തിളയ്ക്കുകയാണ്, എണ്ണയിൽ തിളയ്ക്കുകയാണ്. അപ്പം ഓയിലിംഗ് പോയിൻ്റ് വളരെ കൂടുന്ന ഒരവസ്ഥയിൽ ഈ പ്രോട്ടീനും ഷുഗറും കൂടെ ചേർന്നിട്ടാണ് ഇതുണ്ടാവുന്നത്. പ്രോട്ടീൻ അങ്ങനെ വളരെ വലിയ ബോയിലിംഗ് പോയിന്റിൽ ഒരു ആസ്പെർജിൻ എന്ന് പറഞ്ഞ ഒരു ഘടകം, ഒരു അമിനോ ആസിഡ് അതിനകത്ത് നിന്ന് റിലീസ് ചെയ്യുകയും അത് ഷുഗറുമായി ജോയിൻ ചെയ്തിട്ട് ആണ് ഈ അക്രിലമൈഡ് എന്ന് പറഞ്ഞ പോയിസൺ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് മെയ്ലാർഡ് പ്രോസസ്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇതിലൂടെ ഈ അക്രിലമൈഡ് ഫോം ചെയ്യും. അത് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോഴാണ് അത് നമ്മുടെ ശരിക്ക് ഈ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വീണ്ടും ഓയിൽ കിടന്ന് ചൂടായി കഴിഞ്ഞാൽ അത് ഗ്ലൈസിനമൈഡ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോസ്റ്റ് പൊട്ടൻറ്റ് കാർസിനോജനായി മാറുകയും ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഇത് കുറയ്ക്കാം
ഈ ഒരു ആക്രിലമൈഡ് ഫോർമേഷൻ നമ്മളുടെ ഭക്ഷണത്തിൽ എങ്ങനെ കുറയ്ക്കാം എന്നത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. കാരണം നമ്മൾ എങ്ങനെയൊക്കെയാണെങ്കിലും ഡീപ് ഫ്രൈ ഐറ്റംസ് നമ്മളെ ഭക്ഷണത്തിൻ്റെ ഭാഗം തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനം, എനിക്കും ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമുക്കതിന് കുറേ പ്രൊട്ടക്റ്റീവ് ഫിനോമിനൻ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താണ് ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇതിൽ ഡീപ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഈ വെജിറ്റബിൾ ഓയിൽസ് ഒഴിവാക്കി കഴിഞ്ഞാൽ അതിന് പകരം നമ്മുടെ വെളിച്ചെണ്ണയും നെയ്യും ഓപ്റ്റ് ചെയ്താൽ ഒരു പരിധിവരെ ആക്രിലമൈഡ് ഉണ്ടാവില്ല. വെളിച്ചെണ്ണയും നെയ്യും, അതായത് സാച്ചുറേറ്റഡ് ഫാറ്റ്സ്. പണ്ടൊക്കെ ഈ ബീഫിൻ്റെ ഫാറ്റിൽ അതിൻ്റെ പേര് ടലോ എന്നാണ്. അപ്പോൾ അത് നേരത്തെ ഉപയോഗിക്കും. നമ്മുടെ ഇവിടെ ആരും ഉപയോഗിക്കില്ല, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അതും വളരെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. ഇത് ഉണ്ടാവില്ല സാച്ചുറേറ്റഡ് ഫാറ്റിൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്താൽ. രണ്ടാമത്തെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യം, നമ്മൾ നാച്ചുറൽ ഷുഗേഴ്സ്, ഈ റിഫൈൻ ഷുഗർ മാറ്റി നാച്ചുറൽ ഷുഗേഴ്സിലേക്ക് മാറണം. നാച്ചുറൽ ഷുഗർ എന്ന് പറയുന്നത് തേനാവാം, അല്ലെങ്കിൽ ശർക്കരയാവാം, ബ്രൗൺ ഷുഗർ ആവാം, അതായത് അൺറിഫൈൻഡ്. ഈ വാക്കാണ് എപ്പോഴും ഓർക്കേണ്ടത്. അൺറിഫൈൻഡ്, സംസ്കരിക്കാത്ത പഞ്ചസാര. സംസ്കരിച്ചാണല്ലോ വെളുത്ത പഞ്ചസാര, മാൾട്ട് ഡെക്സ്ട്രോൺ, സ്വീറ്റ് കോൺ സിറപ്പ്, അവയൊന്നുമല്ല. അത് നമുക്ക് ശരിയാവില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കേണ്ടത് തേനെടുക്കാം. അതല്ല എങ്കിൽ നമ്മളുടെ അൺറിഫൈൻഡ് ആയിട്ടുള്ള ബ്രൗൺ ഷുഗറോ അങ്ങനെയുള്ളതൊക്കെ അതിന് പകരമായിട്ട് എടുക്കണം. അപ്പോൾ അത് രണ്ടാമത് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. മൂന്നാമത്, നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, കേക്ക് കഴിക്കുന്നു, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുന്നു, അതിനോടൊപ്പം തന്നെയും വൈറ്റമിൻ സി കൂടുതലായ, അല്ലെങ്കിൽ കൂടുതൽ ഈ കാഴ്സിനോജന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുറേ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അത് കൂടുതലായിട്ടുള്ളത് ഏതിലൊക്കെയാണെന്ന് നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ്, അതുപോലെ സിട്രിക് ആസിഡ് അടങ്ങിയ നമ്മളെ വൈറ്റമിൻ സിയുടെ ഓറഞ്ച്, ഗ്രേപ്സ്, പൈനാപ്പിൾ, പിന്നെ ഗാർലിക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഘടകങ്ങൾ കൂടെ ഇതിനോടൊപ്പം ഒരു സാലഡ് ഫോമിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് തന്നെ. ഇപ്പം ഞാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പരിപ്പ് വട. അപ്പോൾ പരിപ്പ് വട ഞാൻ ഇപ്പോൾ കഴിക്കുമ്പോൾ വളരെ ചെറിയൊരു പീസിൽ ഒരു പകുതി എടുത്തിട്ട് അതിനോടൊപ്പം 2 പഴം കഴിക്കും. അപ്പോൾ എന്ത് പറ്റും? വൈറ്റമിൻ സിയും അതിനകത്തുള്ളൊരു പ്രൊട്ടക്റ്റീവ് ആൻറ്റി ഓക്സിഡൻസും കൂടെ ഇതിനകത്തുള്ള കുഴപ്പം മാറിക്കിട്ടും. ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ ഭക്ഷണം. പിന്നെ അങ്ങനെ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഈ ആക്രിലമൈഡ്, തീർച്ചയായിട്ടും ആക്രിലമൈഡ് എല്ലാവരുടെയും എല്ലാ ദിവസവും ശരീരത്തിൽ കയറുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് നള്ളിഫൈ ചെയ്യാം, എങ്ങനെ അതിനെ ന്യൂട്രലൈസ് ചെയ്യാം എന്നുള്ള കാര്യം കൂടെ ആലോചിച്ച് ഇപ്പം പറഞ്ഞ ഈ 2-3 സ്റ്റെപ്സിലൂടെ നമുക്ക് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ചോദിക്കും, എങ്ങനെയാണ് തേൻ വെച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നത്? തീർച്ചയായിട്ടും ബേക്ക് ചെയ്യാം. മധുരത്തിന് തേൻ ഉപയോഗിക്കാം. അതല്ല എങ്കിൽ നാച്ചുറൽ ഷുഗേഴ്സ് എന്ന് പറയുന്ന മോങ് ഫ്രൂട്ട് നല്ലതാണ്, ഇതിനോടൊപ്പം ചേർക്കാം മധുരത്തിന് വേണ്ടിയിട്ട്. കൂടാതെ നമ്മുടെ ബ്രൗൺ ഷുഗറുണ്ട്. ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞാൽ അൺറിഫൈൻഡ് ഷുഗറാണ്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ശർക്കര പാനി. ഞാൻ യൂഷ്വലി ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശർക്കര പാനിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കുമായിരിക്കും, ഞങ്ങൾക്കൊക്കെ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാനുള്ള ത്രാണി ഉണ്ടോ മാഡം എന്നോട് ചോദിക്കും. എനിക്കറിയാം. അപ്പോൾ അതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചൂടെ? പിന്നെ നെയ്യ് ഉപയോഗിക്കാം, ഗീ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെയൊക്കെ അതുപോലെ തന്നെ ഈ ഗീ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ നാച്ചുറൽ വെർജിൻ ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മധുരം ഇങ്ങനെ ആയിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് കൂടുതലായിട്ട് ആക്രിലമൈഡ് ഈ ഒരു ബേക്കിംഗ് പ്രോസസ്സിൽ ഉണ്ടാവില്ല. പിന്നെ ഫ്രഞ്ച് ഫ്രൈസോ അതല്ല എങ്കിൽ മറ്റുള്ള ഈ പറഞ്ഞ ക്രാക്കേഴ്സ്, സീരിയൽസ്, ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽസ്, ഇവയൊക്കെ തയ്യാറാക്കി നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിനോടൊപ്പം നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ സാലഡ്സ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പം എല്ലാവർക്കും ആക്രിലമൈഡിനെ കുറിച്ച് ഒരു ഏകദേശ രൂപം കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഭക്ഷണ രീതിയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുകയും കുറച്ച് ശ്രദ്ധിക്കുകയും ചെയ്താൽ നമുക്ക് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ള ഒരു തത്വം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.